നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ച് കുറച്ച് ക്യാരറ്റ്സും ഇട്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അധികം അങ്ങ് വേഗരുത്. ആ ക്യാപ്സിക്കം നമ്മളിങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു നല്ലൊരു നമ്മുടെ ആ നൂഡിൽസിന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഈ ചൈനീസ് ഫുഡ്സിന്റെ പ്രത്യേകത ഒത്തിരി നമ്മൾ എന്ത് ചെയ്യില്ല ഇതിനെ വേവിക്കരുത്. ജസ്റ്റ് ഒരു ക്രഞ്ചി ടെക്സ്ചറിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ശേഷം നമ്മൾ ഇച്ചിരി റിഫൈൻഡ് ഓയിലൂടി ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്, കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്തു നിൽക്കും. ഭയങ്കര ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ഒരു സാധനമാണ് നമ്മളുടെ ഈ ചൈനീസ് ഡിഷസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് നമ്മൾ വേവിക്കല്ലേ പറഞ്ഞ പോലെ. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ സൂചി ഹക്ക നൂഡിൽസ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇടുന്നു കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് 2 സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെയാണ് ഇളക്കേണ്ടത് നൂഡിൽസ് കുക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇതിൽ നമ്മൾ ഹാഷായിട്ടിട്ട് ഇളക്കരുത്, അപ്പോൾ അതിൻ്റെ സ്ട്രാൻഡ്സ് ഒക്കെ പൊട്ടിപ്പോ കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ 2 സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്. സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ എഗ്ഗ്, സ്ക്രാമ്പിൾഡ് എഗ്സ്, നമ്മൾ പെപ്പറും സാൾട്ടും ഇട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടും നല്ല യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും വരുന്നത്. നമ്മൾ സോസ് ഒഴിച്ചിട്ടില്ല, പക്ഷെ ആ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്, നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വർക്കിംഗ് പീപ്പിൾസിനും ഒക്കെ ഇതെന്താണ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് സിമ്പിൾ വീഡിയോ ആണ്. സിമ്പിൾ ഈസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയും. കാരണം ഇത് മൈദ ബേസ്ഡ് നൂഡിൽസ് അല്ല, സൂചിയാണ്, സൂചി ബേസ്ഡ് നൂഡിൽസ് ആണ് കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. സോയ സോസ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, സോയ സോസ് ഒഴിച്ച് നന്നായിട്ട് അതിനെ യോജിപ്പിച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് സോയ സോസ് നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഫ്ലേവർ കിട്ടില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ബിക്കോസ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് ഗ്രീൻ ചില്ലി സോസാണ് കേട്ടോ. അത് കുറച്ച് മതി, സോയ സോസിൻ്റെ അത്രയും വേണം, നമുക്ക് കുറച്ച് ഒഴിക്കാം കേട്ടോ. നമ്മളുടെ എരിവിനനുസരിച്ച് ഞാനത് ഇത്ര ഒഴിക്കുന്നുണ്ട്. കുറച്ച് എരിവ് ഇഷ്ടമാണ് കേട്ടോ. നമ്മളതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ ഗ്രീൻ ചില്ലി സോസ് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നൂഡിൽസ് ഒരിക്കലും ഡ്രൈ ആയി പോകരുത് ഗൈസ്. ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല, കുറച്ചൊരു ഓയിലി ആയിട്ട് നിൽക്കണം. ഇനിയും ശേഷം നമ്മളിടാൻ പോകുന്നത് കുറച്ച് ബ്ലാക്ക് പെപ്പറാണ് കേട്ടോ. നന്നായിട്ട് ബ്ലാക്ക് പെപ്പർ ഇടണം, അന്നെങ്കിൽ എന്താണ് നമ്മുടെ നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം, പക്ഷെ ഇടണം, മാൻഡേറ്ററി വേണം കേട്ടോ. എന്നെങ്കിൽ ആ ഒരു നമുക്കൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതൊരല്പം കൂടി വെതറി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് സാധനമാണ്. ഇനി ഞാൻ ഒരല്പം എടുത്തിട്ട് നമ്മളുടെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. ഉപ്പ് ഒരല്പം കുറവുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോഴും മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കുറച്ച് ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തതാണ്, എങ്കിലും കൂടിപ്പോകരുത്. അപ്പം നമ്മൾ കുറച്ച് വേണം ഇട്ട് കൊടുക്കാണ്. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഞാൻ ഒരു ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്യണേ. പെർഫെക്റ്റ്.
So if you like this video, please subscribe my channel, support me and give a like button too. And please do try this recipe. So see you next video. Ta-ta, bye-bye.